ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അറ്റ് മൈ ഹോം. അപ്പം ഞാൻ എഴുന്നേറ്റ് ഫ്രഷായി. ആറിടാനുണ്ടായിരുന്നു, അത് ആദ്യം ആറിയിട്ടു. രാവിലത്തെ പണി അതാണ്. ഞാൻ വന്നിട്ട് ഒരാഴ്ചയാവാൻ പോകുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞാൻ നാട്ടിലൂടെയൊക്കെ വന്നത്. അപ്പം രാവിലെ ആയതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഒരുമാതിരി. ഇനി ഇതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അതിനിടയിൽ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അമ്മേൻ്റെ വീട്ടിൽ. അപ്പം അതിൻ്റെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം. ഇതൊക്കെ ബെഡൊക്കെ ക്ലീൻ ചെയ്യണം. അതൊക്കെ അടിച്ചു വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം അത് പണ്ടും അങ്ങനെ തന്നെയാണ്. അവിടെ ഉള്ളപ്പോൾ അടിച്ച് വരുന്ന ടൈമാണ് ഞാൻ അധികം ബെഡ് ക്ലീൻ ചെയ്യാറ്. അപ്പം എനിക്ക് രാവിലെ ചായ കുടിക്കൽ ആ പരിപാടിയില്ല. പിന്നെന്താണ് ഗൈസ്, ഞാൻ ക്ലീനിങ്ങിലോട്ടേക്ക് എന്താ പറയുക, ഇതൊക്കെ എടുത്തു വെക്കാണ്ട്. ഇങ്ങനെ കുറേ പെട്ടിയിലെല്ലാം ആക്കിയിട്ടായിരുന്നു കല്യാണത്തിന് പോയത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം. പിന്നെന്താ, കറണ്ട് പോയി സുബക്സ്. അപ്പം നമുക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് കർട്ടൻ കൊമ്പെന്ന് വെച്ചാൽ നല്ല വെളിച്ചം വരും. അപ്പം ഞാനതൊക്കെ ചെയ്യട്ടെ. പച്ചമുളകൊന്നും കാണുന്നില്ലല്ലോ. ചെറുതാ കുറച്ച്. അപ്പോൾ ഗൈസ്, വീഡിയോ എടുക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. എൻ്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയി. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചാരി വെച്ചിട്ട് വേണം എടുക്കാൻ. അതൊരു ടാസ്ക്കാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഗൈസ്. ഞാൻ എന്തായിരുന്നു, അതിനിടയിൽ അമ്മേൻ്റെ പച്ചക്കറി തോട്ടമൊക്കെ ഫ്രണ്ടിലോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കറി പച്ചമുളക് മെയിനായിട്ട് അമ്മ നോക്കണേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പച്ചമുളക് കുറേ ഉണ്ടായിരുന്നു. അപ്പം എന്തായിരുന്നു, യെസ്, ഞാൻ ക്ലീൻ ചെയ്യട്ടെ. ഇവിടെ ഇരിക്കൂ ഗൈസ്, ഇവിടെ ഇരിക്കൂ. അപ്പോൾ ഗൈസ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഈ രാവിലെ തന്നെ ഞാൻ ഈ 8 മണിക്ക് എഴുന്നേറ്റ് വേഗം തന്നെ ക്ലീനിങ് അതൊന്നും ഞാൻ ചെയ്യാറേ ഇല്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ ബെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ചെയ്യാം എന്നുള്ള ഇതുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ട് വേറൊരു റീസൺ എന്ന് വെച്ചാൽ ഫോൺ ബിസിയാണല്ലോ, ഫോൺ വീഡിയോ എടുക്കുകയാണല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം രാവിലെ എഴുന്നേറ്റ് ആറിയിട്ടതിന് ശേഷം ഇത് ചെയ്യണത്. കാരണം ഞാനിത് അടിച്ചു വരുമ്പോൾ ഞാൻ ബെഡ് ക്ലീൻ ചെയ്യുന്നതും അതും ഇതൊക്കെ ക്ലീനിങ് മൊത്തം ഞാൻ അടിച്ചു വരുന്ന ടൈമേ ഞാൻ ചെയ്യുമല്ലോ. അതുവരെ അവിടെ തന്നെ കിടക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ടുള്ള ഡ്യൂട്ടി ഇത് ക്ലീനിങ് തന്നെയാണ്. ഫുഡ് വയ്ക്കലും ഫുഡ് ഇതാക്കലൊന്നും എനിക്കുള്ള ഇതല്ല. കാരണം അമ്മ 8 മണിക്ക് ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേനും എല്ലാം ആയിട്ടുണ്ടാവും. ചോറും ആയിട്ടുണ്ടാവും, ചായ ആയിട്ടുണ്ടാവും. കാരണം അച്ഛന് രാവിലെ തന്നെ പോകണമല്ലോ. അപ്പോൾ രാവിലെ ചായ കുടിക്കണം. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അച്ഛന് ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും എല്ലാം ആയിട്ടുണ്ടാവും. അപ്പോൾ അച്ഛൻ പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ കുറേ ടൈം പോവും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. ഇതിപ്പം ഞാൻ എന്താ പറയുക, കല്യാണത്തിന് വന്നിട്ട് ഓർണമെൻറ്റ്സും കാര്യങ്ങളും വാച്ചും പൊട്ടും എന്തൊക്കെയോ എടുത്ത് വയ്ക്കുന്നുണ്ട്. എല്ലാം എടുത്ത് വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ അടിച്ച് വരുന്ന ടൈമായിരുന്നു ഞാൻ ചെയ്തത്.
അപ്പോൾ ഗൈസ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പറയുക, പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. അടിച്ചു വരണം. അമ്മ ഫുഡ് ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കീഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് അച്ഛൻ വിളക്ക് കത്തിക്കുക കേട്ടോ, അതാ കാണാത്തത്. പിന്നെ എന്താണ് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ഞാൻ അടിച്ചു വാരി ആറിയിടുന്നത്. പക്ഷെ ഇന്ന് വെയിൽ കണ്ടപ്പോൾ അമ്മ പറഞ്ഞ് വേഗം തന്നെ ആറിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ആറിയിട്ടത്. അച്ഛൻ വിളക്ക് കത്തിച്ചിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അയ്യോ ഞാൻ എനിക്ക് ആരെങ്കിലും വരുമ്പം എന്താ പറയണ്ടേ ഭയങ്കര ടെൻഷനാണ്. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം എന്താണ് ഓക്കെ ഗൈസ്, ഞാൻ എന്താ പരിപാടി, ഇനിയൊന്നും പരിപാടി ഇല്ല. അതാണ് അപ്പോൾ ഗൈസ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെയാണ്. അടിച്ചു വാരണം, പാത്രം കഴുകണം, ഫുഡ് കഴിക്കണം. ഇതാണ് രാവിലത്തെ ജോലി. ഞാൻ പിന്നെ പറഞ്ഞോ ഇല്ലയോ എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഒന്ന് കണ്ണൂർ പോകാനുണ്ട്. ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോകത്തില്ല. പിന്നെ ബേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. ഇത് ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി, ആഫ്റ്റർനൂണോ നൈറ്റോ, മോർണിംഗ് അല്ല എന്തായാലും. അപ്പം എഴുന്നേൽക്കുമ്പം കാണാം. പിന്നൊന്നുമില്ല കേസ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോണിനകത്ത് ഞോണ്ടിയിരിക്കും. അതേപോലെ തന്നെ അമ്മ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ. ഓക്കെ, അതുവരെ ഞാനിങ്ങനെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ലേസിയാണ് ഇവിടെ വന്നതിന് അവിടുത്തെ ലേസിയാണ്. ഇവിടുന്ന് വന്നതിന് ശേഷം ഒറ്റ കാര്യമുള്ളൂ, ഒരു 8 മണിക്ക് ഞാൻ എഴുന്നേക്കും. 8-8:30, കൂടിപ്പോയാൽ 9, അത് കൂടുതലൊന്നും പോകത്തില്ല. എങ്ങനെയായാലും ഞാൻ എഴുന്നേറ്റ് ടി വി കാണും. ടി വിയിൽ എന്തെങ്കിലും സിനിമ ഉണ്ടാവും. ഒരു 9-10 മണിയാകുമ്പം ഒരു ഫിലിം തുടങ്ങും. സൂര്യ ടി വിയിലോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലോ അങ്ങനെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ. അപ്പം അതൊക്കെ കണ്ട് കുത്തിരിക്കും ഞാൻ. അപ്പോൾ ഗൈസ് അച്ഛൻ ഇറങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അച്ഛൻ അമ്മ എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അച്ഛനും എഴുന്നേക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിൽ കഴിച്ച് പിന്നെ രാവിലെ തന്നെ ചായ കിട്ടണം കേട്ടോ. പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഫോണിനോടൊക്കെ നോക്കി. അപ്പോൾ ടൈമാവും, അപ്പോഴത്തേനും ടൈമാവും. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കം കത്തിച്ച് അച്ഛൻ ഇറങ്ങും. ഞാൻ ഈ കാഴ്ച വല്ലപ്പോഴും ആയിട്ട് കാണത്തുള്ളൂ കേട്ടോ. ഞാൻ ആ ടൈം ബെഡിൽ തന്നെ ആയിരിക്കും, ഫോൺ കൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ വല്ലപ്പോഴേ അച്ഛൻ പോകുന്നത് കാണാറുള്ളൂ. അപ്പം പിന്നെ ഇത് സ്ഥിരമാണ്. അച്ഛൻ ഇറങ്ങാൻ നേരത്തെ അമ്മ എപ്പോഴും വന്ന് നോക്കും. അത് പണ്ട് മുതലേ ഉള്ളൊരിത് കാര്യമാണ്. അങ്ങനെ അച്ഛൻ ബാങ്കിൽ പോയി. നമുക്ക് പോയിട്ട് കഴിച്ചിട്ട് പണി കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒച്ചപ്പാടാക്കും. ഞാൻ കേൾപ്പിച്ച് തരാം ഗൈസ് ഒച്ചപ്പാടാക്കുന്നത്. അപ്പം ഗൈസ് നൈസായിട്ട് അങ്ങ് പോവുകയാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അങ്ങ് പോവുക പൊങ്ങയാള്. ഗൈസ് ഞാൻ ഫുഡ് കഴിക്കട്ടെ. നമ്മൾ ഇവിടെ എന്താ പറയുക, ദോശേൻ്റെ കൂട്ട്, പച്ചരീൻ്റെ ദോശേൻ്റെ കൂട്ട് കുക്കറിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അപ്പം പിന്നെ രാവിലെ തന്നെ എന്താ പറയുക ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിയും, കാരണം അച്ഛൻ ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ മീൻകറിയും കൂട്ടുകറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം കുറേ അപ്പമായി, എനിക്ക് എപ്പം കുറേ അപ്പം ഉണ്ടാവും. എന്തായാലും ഗൈസ് ഞാൻ ഇത് ടി വി കാണട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ കണ്ണെന്തോ ഇങ്ങനെ നോക്കുകയാണ്. കാണുന്നുണ്ടോ എന്നല്ല, കണ്ണട വെക്കാതെ ഇങ്ങനെ ദൂരത്തിരുന്നിട്ട് കാണുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ്. അപ്പം വേറെന്തോ ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ലോ, മറന്നുപോയി ഗൈസ്. എപ്പോഴെങ്കിലും ഓർമ്മിക്കുമ്പോൾ പറയാം. അപ്പം അമ്മയും കൂടി ഇപ്പം വരും. ഞങ്ങളുടെ ഒരാളും കൂടിയിട്ട് എപ്പോഴും ടി വി കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കാറ്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഈ ടൈം ഒരു 10-9 മണിയാകുമ്പം ഒരു ഫിലിം വരും.
ഏതെങ്കിലും 2-3 ചാനലിലായാലും സൂര്യ ടി വിയിൽ ഏതെങ്കിലും ഒരു ഫിലിം ഉണ്ടാവും. ആ ഏതെങ്കിലും ഒരു ഫിലിം ഞാൻ ഫുൾ കണ്ട് തീർത്തിട്ട് അവിടുന്ന് ഞാൻ എണീക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണം. ഞാൻ വന്നപ്പം ഇട്ടത്, അപ്പോൾ ഇതൊന്നൊന്ന് മാറ്റി വെക്കണം. പിന്നെ ഞാൻ വണ്ണാമ്പിലടിച്ച് കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മാറ്റിയിട്ട് അടിച്ചു വാരണം. പിന്നെ എനിക്ക് ആറിയിടാനുണ്ട് കുറച്ചും കൂടിയും. അപ്പോൾ ഇപ്പം രാവിലെ ആറിയിട്ടുകൊണ്ട് നല്ല ഒടുക്കത്തെ വെയിലാണ്. അപ്പോൾ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് കുറച്ചും കൂടി ആറിയിടാനുണ്ട്. അതുണ്ട്. അത് പറയുന്ന പോലെ വെയിലായതുകൊണ്ട് ഇപ്പം എന്തായാലും ഞാൻ കണ്ണൂർ പോകാൻ എനിക്ക് ഒട്ടും പ്ലാനില്ല. കാരണം പറ്റത്തില്ല, വെയിലത്ത് ഇറങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം വരുമ്പോഴത്തേക്കും തലവേദന ആയിരിക്കും. വൈകുന്നേരം ആകത്തില്ല, എന്നാലും തലവേദനയായിരിക്കും വരുമ്പോഴത്തേനും. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, ഞാൻ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാം നാളെ. അപ്പം അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. പോരാണ്ട് നാളെ പോകുമ്പം അതുവഴിയാണ് പോകേണ്ടത്. അപ്പം അവിടെ ഇറങ്ങിയിട്ട് സാധനം വാങ്ങിയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിക്കുന്നു. നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ബേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 പ്രാവശ്യം ഇന്ന് വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ആ ബേനെ വിളിച്ചിരുത്ത് പിന്നെ ഞാൻ ഒരു ഫിലിമൊക്കെ കണ്ടായിരുന്നു. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞൊരു ഫിലിം കണ്ട്. അതൊക്കെ കണ്ട് ആ ഫിലിം അടിപൊളിയാട്ടോ. ഞാൻ ഇന്ന് 2 ഫിലിം കണ്ട്. ഒന്ന് ടി വിൻ്റെ അകത്തിരുന്നിട്ട് കണ്ടു, ഒന്ന് ഫോണിൻ്റെ അകത്തിരുന്നിട്ട് കണ്ടു. അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഫിലിം കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ വന്നു. അച്ഛന് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കുടിക്കാൻ വേണ്ടി കയറി. അത് കുളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ മേലെ ഇരുന്ന് അമ്മേനോട് സംസാരിക്കുകയാണ്. ഞാൻ എൻ്റെ കേൾസൊക്കെ നോക്കുകയാണ്. ഞാൻ നല്ല കുളിച്ച് കഴിഞ്ഞാൽ നല്ല കേളായിട്ടിരിക്കുക മുടി, അതൊക്കെ നോക്കുകയാണ്. കുറേ നേരം എഴുന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കുറേ നേരം വർത്തമാനം പറഞ്ഞ് മേലെ തന്നെ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച്. അത് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ ഒന്ന് വറുത്തു പോകും. കാരണം ഞാൻ ഫുഡ് കഴിക്കുന്ന നേരത്ത് ഒന്നെങ്കിൽ ടി വിൻ്റെ മുന്നിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഫോണിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ രാത്രിയും ഉച്ചക്കൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഫോണിൻ്റെ അകത്തായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഗൈസ്, എന്താ പറയുക, ഈ ഒരു ഡേ മൈ ലൈഫ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് എടുത്തിട്ടില്ല, പിന്നെ രാത്രി ഫുഡ് കഴിക്കുന്നത് എടുത്തിട്ടില്ല, വിളക്ക് കത്തിക്കുന്നത്, അങ്ങനെ അച്ഛൻ വന്നത് പാടുള്ളത് കുറേ ഞാൻ മിസ്സായിപ്പോയി. കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഇന്ന്. പക്ഷേങ്കിൽ എന്താ പറയുക, ഞാൻ മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം ഞാൻ സമയം 10-11 മണിയാവാറായി. അപ്പം ഞാൻ കിടക്കാൻ പോവാണ്. ബെഡൊക്കെ ഒന്ന് ജസ്റ്റ് വിരിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ കിടക്കട്ടെ ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ഡേ മൈ ലൈഫ് കറക്റ്റായിട്ട് ഞാൻ എല്ലാം എടുത്തിട്ട് നല്ല അടിപൊളി ഡേ മൈ ലൈഫായിരിക്കും. നാളെ ഞങ്ങൾ ഇപ്പം അമ്മേൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ പാക്കിങ് കാര്യങ്ങളും കൂടി ഇന്ന് ചെയ്തിട്ടില്ല. ഇന്ന് ഭയങ്കര ലേസി ആയിപ്പോയി. ഭയങ്കര മടി പിടിച്ച ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പാക്കിങ് ഉണ്ടായിട്ട് നാളത്തേക്ക് വെച്ചിരിക്കുക. നാളെ വൈകുന്നേരമേ പോകത്തുള്ളൂ. അപ്പം അന്നേരത്തേക്ക് വെച്ചിരിക്കുക ഞാൻ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ബൈ.